ഒരു മാസത്തെ അവധിക്ക് ശേഷം എൻ്റെ സിസ്റ്റർ UK മടങ്ങിട്ടോ. സിസ്റ്റർ പോയതിൻ്റെ വലിയ വിഷമം മനസ്സിലുള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു ക്ലീനിങ്ങും അറേഞ്ച്മെൻറ്റ്സൊക്കെ നടത്തിയാൽ അതൊരു ചെറിയൊരു തെറാപ്പി ആവുമെന്ന് കരുതി. ചിലപ്പോഴൊക്കെ വളരെ അസ്തറ്റിക്കായിട്ടുള്ള ഷോർട്ട് വീഡിയോസ് കാണുമ്പോൾ എൻ്റെ വീഡിയോസും അതുപോലെ മനോഹരമാക്കാൻ റാക്കിലുള്ള മൺപാത്രങ്ങൾ എടുക്കണമെന്ന് എപ്പോഴും കരുതാറുണ്ട്. പക്ഷേ അതിനുള്ള സമയം എപ്പോഴാണ് ഉണ്ടായത്? എല്ലേലും പ്രകൃതിയുടെ രുചി തിരിച്ചറിയപ്പെടുന്നതാണല്ലോ ആരോഗ്യത്തിന് നല്ലത്. കോട്ടിങ് പോയ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഒഴിവാക്കിയിട്ട് ആ ഭാഗത്ത് മൺപാത്രങ്ങൾ നിറച്ചു. എൻ്റെ ഹസ്ബൻഡ് ഒരു നാടൻ മനുഷ്യനായതുകൊണ്ട് തന്നെ വീട് വെച്ച പുതിയതിൽ ചോറ് വെക്കാനടക്കം മണ്ണിൻ്റെ കലമാണ് കേട്ടോ വാങ്ങിയത്. അന്ന് ഞാൻ അടുപ്പില്ലാത്തത് കൊണ്ട് തന്നെ ഇതൊക്കെ ഉപയോഗിച്ച ഗ്യാസ് ഒരുപാട് ചിലവാകുമെന്ന് പറഞ്ഞ് എല്ലാം റാക്കിൻ്റെ മേലേക്ക് കയറ്റി. ഇന്ന് ഇതൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ ഒരു ആഗ്രഹം. മക്കളൊക്കെ ഒരല്പം വലുതായത് കൊണ്ട് തന്നെ ഇനി ഇതൊന്നും പൊട്ടൂല എന്ന പ്രതീക്ഷയോടു കൂടിയാണ് ഞാൻ വെക്കുന്നത്. എൻ്റെ സിസ്റ്റർ ആഫ്റ്റർ മാരേജ്, അത് 3 കുട്ടികളായതിനു ശേഷം പുള്ളിക്കാരിയുടെ ഒരു 33-ാമത്തെ വയസ്സിലാണ് UK പോകുന്നത്. ആള് അവിടെ നഴ്സിംഗ് പഠിക്കാനാണ് കേട്ടോ പോയത്. 3 വർഷത്തെ നീണ്ട പഠിത്തത്തിന് ശേഷം അതിനിടയിൽ പ്ലേസ്മെൻറ്റ്, കുട്ടികളെ നോക്കണം, പ്രൊജക്റ്റ്, അസൈൻമെൻറ്റ്, ഒരുപാട് കാര്യങ്ങളുണ്ടായിട്ടും ആൾ നല്ലൊരു മാർക്കോടുകൂടി വിജയിച്ച് ഇപ്പോൾ അവിടെ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യാനും തുടങ്ങി. സിസ്റ്റർ പോയതിൻ്റെ സങ്കടം ഉണ്ടെങ്കിലും ആളുടെ അച്ചീവ്മെൻറ്റ്സിൽ വളരെ സന്തോഷത്തിലാണ് ഞങ്ങൾ. പുള്ളിക്കാരി ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയ ഒരു പേഴ്സണും കൂടിയാണ് കേട്ടോ. നാട്ടിലുള്ളപ്പോൾ തന്നെ ഇനി ചെയ്യാത്ത ബിസിനസ് ഒന്നുമില്ല. അല്ലെങ്കിലും എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമുണ്ടല്ലോ അല്ലേ. കഥ പറച്ചിൽ മൺപാത്രത്തിൽ നിന്ന് തുടങ്ങിയിട്ട് സിസ്റ്റർ വരെ എത്തിയിട്ടോ. ഓരോ സാധനവും അതിൻ്റേതായ ഇടത്തിൽ വെച്ച് ഓരോ കോണും പൊടിയിഴ നീക്കി തിളക്കമേകുമ്പോൾ എനിക്കൊരു തരം സമാധാനമാണ് കേട്ടോ. സിസ്റ്റർ പോയതിൻ്റെ വിഷമമുണ്ടെങ്കിലും അടുക്കള വൃത്തിയാക്കി കണ്ടപ്പോൾ ഒരു തരം ആശ്വാസമാണ്.